അവന്റെ എന്നർത്ഥത്തിൽ ഹി രൂപത്തിൽ പടച്ചു. ആ ഹി ആരുടെ? അതിന്റെ പിന്നെ രൂപത്തിൽ എന്നാണോ അല്ലാഹുവിന്റെ രൂപത്തിൽ എന്നാണ്? അതിൽ ഉലമാഇന് അഭിപ്രായ വ്യത്യാസമുണ്ട്. മഹാനായ ഇബ്നു ഹജർ റളിയല്ലാഹു തആല അൻഹു ഫത്ഹുൽ ബാരിയിൽ പറഞ്ഞത് അദ്ദമീറു ലില്ലാഹ് അലാ സൂറത്തിഹി, അല്ലാഹുവിന്റെ വിശേഷണം, അല്ലാഹുവിന്റെ രൂപം എന്നല്ല, അല്ലാഹുവിന്റെ വിശേഷണത്തിലാണ് മനുഷ്യനെ പടച്ചതെന്ന്. അലാ സൂറത്തിഹി, അല്ലാഹുവിന്റെ വിശേഷണങ്ങൾ എങ്ങനെയാണ്? അല്ലാഹു തആലയുടെ സിഫത്താണ് ഇൽമ്, അള്ളാഹുവിന്റെ വിശേഷണമാണ് ജീവ്, അള്ളാഹുവിന്റെ വിശേഷണമാണ് കേൾവിയും കാഴ്ചശക്തിയും മറ്റൊരുപാട് കാരുണ്യം. ഇതെല്ലാം അള്ളാഹുവിന്റെ വിശേഷണങ്ങളാണ്. ഈ സ്വഭാവ ഗുണങ്ങൾ മനുഷ്യരിൽ അള്ളാഹു തആല വെച്ചു കൊടുത്തിരിക്കുകയാണ്. അങ്ങനെയാണ് പഠിച്ചത്. അത്ഭുതമല്ലേ? മറ്റൊരർത്ഥം പറഞ്ഞത് അള്ളാഹു തആല ഫർദുൻ, ഏകനാണ്. ഇങ്ങനെ മനുഷ്യനെ അല്ലാഹു തആല പടച്ചു. ഫർദുൻ ലാ ശബീഹ ല, മനുഷ്യനെ പോലോത്ത, അവനെ പോലോത്ത മറ്റൊരാളില്ലാത്ത രീതിയിൽ അല്ലാഹു പടച്ചു എന്ന് ഈ ഹദീസിന് അർത്ഥമുണ്ടെന്ന് ഉലമാ പറയാം. അതാ നമ്മൾ പറഞ്ഞ ആശയത്തിലേക്ക് വരുന്നത്. ഓരോരുത്തരും ഡിസ്റ്റിങ്റ്റീവ് ആണ്, വളരെ പ്രത്യേകമായിട്ടാണ് അല്ലാഹു തആല. ആരും ആരോടും യോജിക്കുന്നില്ല. എത്ര കാലുകൾ പടച്ചാലും അല്ലാഹു തആല പറഞ്ഞ ഒരു വിഷയം ഖണ്ഡിതമാണ്. ولقد كرمنا بني آدم وحملناهم في البر والبحر ورزقناهم من الطيبات وفضلناهم على كثير ممن خلقنا تفضيلا. ولقد كرمنا بني آدم, ആദം അലൈഹിസ്സലാമിന്റെ മക്കളെ തീർച്ചയായും നാം ബഹുമാനിച്ചിട്ടുണ്ട്. അത് യുക്തിവാദി അല്ലാഹു ബഹുമാനിച്ചിട്ടുണ്ട്. മനുഷ്യനാണോ മനുഷ്യൻ എന്ന ഹൈതിയത്തിൽ മനുഷ്യൻ അല്ലാഹു ബഹുമാനം കൊടുത്തു. അവൻ മൃഗമല്ലല്ലോ. നമ്മളും മൃഗവും തമ്മിൽ വ്യത്യാസമുണ്ടോ? ഒരു ആടിനെ അർത്ഥം നോക്കുക. എന്താ ആടിന്റെ കഴുത്തിലുള്ളത്? നമുക്കുണ്ടത്. ആടിന്റെ ലിവർ നമുക്കുണ്ട്, ആടിന്റെ വയറ് നമുക്കുണ്ട്, നമുക്കും ലങ്സുകളുണ്ട്, നമുക്കും അതിന്റെ കിഡ്നി പോലത്തെ കിഡ്നി ഉണ്ട്, കൈകാലുകളുണ്ട്, ഹൃദയമുണ്ട്. ഒരു മൃഗത്തിനുള്ളതൊക്കെ നമുക്കുണ്ട്. പിന്നെ എന്തേ നമ്മളും മൃഗവും മാറിയത്? എന്തേ? എവിടെയാ മാറ്റം വന്നത്? നമ്മൾ മൃഗം ഒന്നാണോ? അല്ല, നമ്മളിലൊക്കെ അവർക്കുണ്ട്. മനുഷ്യനെ നാം ബഹുമാനിച്ചിട്ടുണ്ട്, ആദരവ്. അതുകൊണ്ട് സെൽഫ് റെസ്പെക്ട് നമുക്ക് വേണം. നമ്മൾ മൃഗമായി പോകരുത്. അതാണ്, നമ്മൾ മൃഗമാവരുത്. അവരെ നാം വഹിച്ചുകൊണ്ട്